ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറഞ്ഞ കരാറുകളൊക്കെ കഴിഞ്ഞിട്ടും സിത്താര മേഡം പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നതേ മാഡത്തിനോടുള്ള ബഹുമാനം കൊണ്ടാ. പിന്നെ നവീനെ ഞാൻ പിടിച്ചു വിഴുങ്ങാനൊന്നും പോണില്ല. മമ്മി, ഇവളുടെ ധിക്കാരം കണ്ടില്ലേ? മോളെ മോളെ പോട്ടെ മോളെ. എന്ത് പോട്ടേന്ന്? ഇപ്പൊ ഇത് പൂർത്തിയാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് മറ്റു വഴികൾ തേടേണ്ടി വരും. മറ്റു വഴികളെന്ന് പറഞ്ഞാല് സ്ഥിരം ഭീഷണിപ്പെടുത്തുന്നത് പോലെ എന്റെ അമ്മയെ ദ്രോഹിക്കുക അല്ലേ? അതിന് സംശയമൊന്നും വേണ്ട. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിന്റെ വേദന നീ അനുഭവിക്കാൻ പോകുന്നത്. നീ നിന്റെ അമ്മയെ. ഞാൻ സമ്മതിക്കാം മാഡം. അമ്മയുടെ കാര്യത്തില് മാഡത്തിനെ പേടിച്ചിട്ടല്ല. സ്വന്തം മകൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പാടുപെടുന്ന മാഡത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാ. പ്രതീക്ഷയില്ലാത്ത എന്റെ ജീവിതം ഞാൻ പിടിച്ചു നിർത്തി നിൽക്കില്ലല്ലോ. മാഡത്തിന്റെ മകൾക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്. അത് നന്നായിട്ടിരിക്കട്ടെ മാഡം. സിനി, കൃഷ്ണയെ വേഗം റെഡിയാക്ക. നന്ദ, നവീനും കൃഷ്ണയും തിരിച്ചെത്തിക്കഴിഞ്ഞാ സിദ്ധം പറഞ്ഞ പരിഹാര പൂജകളൊക്കെ യഥാവിധി നടത്തണം. ആവാമേ. സിദ്ധം നിശ്ചയിച്ചിരിക്കുന്ന പരിഹാര പൂജയുടെ ലിസ്റ്റ് ഞാൻ കണ്ടു. അതികഠിനമായ വ്രതമാണ്. സകല സൗഭാഗ്യങ്ങളെ അനുഭവിച്ചു വളർന്ന ഗാഥയായിരുന്നെങ്കിൽ 41 ദിവസം പോയിട്ട് 4 ദിവസം പോലും ഈ വ്രതം അനുഷ്ഠിക്കാൻ ആ കുട്ടി കൊണ്ട് കഴിയില്ല. കൃഷ്ണ ആയതുകൊണ്ട് അത് സാധിക്കുന്ന തോന്നുന്നേ. സാധിക്കും. അതിനുള്ള ദേവപ്രീതി കൃഷ്ണയ്ക്കുണ്ട്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഒരു 40 ദിവസം പ്രതീക്ഷകളുടെയും കണക്കുകൂട്ടലുകളുടെയും ഇടയിലൂടെ ഒരു യാത്ര. അതിനൊടുവില് ഈശ്വരന്മാരെല്ലാം ഒന്നിച്ചനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബം കാലാകാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ശാപത്തിൽ നിന്നും മോചനം നേടും. തറവാടിന്റെ ചുമരിൽ ഇനി ആരുടെയും ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടാതിരിക്കട്ടെ. നഷ്ടപ്പെട്ടവരെ ഓർത്ത് ഇനി ആരുടെയും മനസ്സ് നേറാതിരിക്കട്ടെ. കൃഷ്ണ നാഗപ്രീതിയുള്ള കുട്ടിയാണെന്ന് സിദ്ധൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും വ്രതങ്ങൾ കഠിനമാകുന്നത് ശാപത്തിന്റെ രൂക്ഷത കൊണ്ടാ. പാവം കുട്ടി എല്ലാം സഹിക്കുമായിരിക്കും അല്ലേ? കൃത്യമായ അച്ചടക്കത്തോടെ വളർന്ന കുട്ടിയാണ്. കാരണവന്മാരെ നമ്മൾ പറയുന്നത് അവൾ തള്ളിക്കളയില്ല. നീ ഒരു കാര്യം ചെയ്യാവോ? പൂജാവിധിക്കുള്ള സാധനങ്ങളും മറ്റും എന്താ വേണ്ടതെന്ന് വെച്ചാല് ഒന്ന് വാങ്ങിക്കാൻ നോക്കൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃഷ്ണമോള് വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അമ്മേ, പറയുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. കളരിക്കൽ തറവാട്ടിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിന്റെയും മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് നിർമ്മലയാണ്. ഈ വ്രതാനുഷ്ഠാനത്തിന്റെ കാര്യത്തിലും ചിലപ്പോ അങ്ങനെ ചില തടസ്സങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അവൾക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അവള് ചെയ്യട്ടെ. വിഡ്ഢിയായ അവൾക്കറിയില്ല അവളുടെ മകളെ കൂടി രക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. ഒന്നും നോക്കാതെ അവൾ ആവശ്യപ്പെട്ടതുപോലെ കീർത്തിയെ നിർബന്ധിച്ച് നവീനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിരുന്നെങ്കിൽ ഈ സമയത്ത് അവള് ജീവിച്ചിരിക്കുമായിരുന്നോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിധിക്കപ്പെട്ടത് മാറ്റാൻ മനുഷ്യനെ കൊണ്ട് പറ്റില്ല. ഈ വീടിന്റെ മരുമകൾ കൃഷ്ണ തന്നെയാണ്. ആയിരിക്കും. ദൈവങ്ങൾ എന്റെ കുട്ടിയെ അനുഗ്രഹിക്കും. നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മുത്തശ്ശി നിർദ്ദേശിച്ച വ്രതം എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കുന്നത്. അവിടെ ചെന്ന് നീ നിന്റെ തന്നിഷ്ടം കാണിച്ചാലുണ്ടല്ലോ, നവീനുമായിട്ട് ഒരു കാരണവശാലും അടുക്കരുത്. അങ്ങനെ ഞാൻ എന്തെങ്കിലും അറിഞ്ഞ എന്താ സംഭവിക്കാന്നറിയാലോ?
എനിക്ക് നിർബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ വിളിച്ചു വരുത്തിയതാ. പറഞ്ഞ കരാറുകളൊക്കെ കഴിഞ്ഞിട്ടും സിത്താര മേഡം പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നതേ മാഡത്തിനോടുള്ള ബഹുമാനം കൊണ്ടാ. പിന്നെ നവീനെ ഞാൻ പിടിച്ചു വിഴുങ്ങാനൊന്നും പോണില്ല. മമ്മി, ഇവളുടെ ധിക്കാരം കണ്ടില്ലേ? മോളെ മോളെ പോട്ടെ മോളെ. എന്ത് പോട്ടേന്ന്? ഇവളെ പോലുള്ളവളുമാര് ധിക്കാരം പറയുമ്പോഴേ അതേ നിമിഷം തന്നെ കൈകാര്യം ചെയ്യണം. ആ എങ്കിലേ കൈകാര്യം ചെയ്തൊന്ന് നോക്ക്, കാണട്ടെ. കാണൂടി നിനക്ക്? ഗാഥ ഒന്ന് അടങ്ങി നിൽക്കവിടെ. കഥ എന്താ ഇവിടെ? മമ്മി, എന്താ ഇവിടെ ഒരു ബഹളം? കഥ എന്തായിരുന്നു ബഹളം? അത് ബഹളമായിരുന്നില്ല. ഇവിടെ അമ്മയും മോളും പരസ്പരം ഫ്രണ്ട്സിനെ പോലെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വഴക്കൊക്കെ ഉണ്ടാക്കും. കാണാൻ ഭയങ്കര രസാ. ഓ അതായിരുന്നോ? സത്യം പറഞ്ഞ തന്റെ ചേഞ്ചുകളൊക്കെ എന്നെ അമ്പരപ്പിക്കുവോ? ഇതിപ്പോ എന്താ പറയാ, എന്റെ കൂടെ ഇവിടേക്ക് വന്ന അതേ ഗാഥ തന്നെയാ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അതിനിടയിൽ കണ്ടതൊക്കെ ഒരു മായാജാലം അല്ലേ? എങ്കിൽ പിന്നെ ഇനിയും വൈകിപ്പിക്കേണ്ട നവീൻ, നിങ്ങളെന്നെ ഇറങ്ങിക്കൂ. ആ അയ്യോ, അങ്ങനെ പേടിക്കൊന്നും വേണ്ട മമ്മി. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാ മമ്മി എനിക്കൊന്ന് കാണാൻ പറ്റുക? കുറച്ചു നേരം കൂടെ ഞാൻ ഇവിടെ നിന്നോട്ടെ മമ്മി, അല്ലേ നവീൻ? എനിക്കങ്ങനെ തന്റെ അടുത്ത് എത്ര നിന്നാലും മതിയാവില്ല. സോ ഐ ആം ഹാപ്പി. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാം നവീൻ. എന്നങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളെന്നെ ഇറങ്ങിക്കൂ. ശരി നവീൻ. മോളെ ചെല്ലു മോളെ.